Hello everyone, it's me Sabita Charles from Puthurans. ഇന്ന് നമ്മൾ കാണുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റ് ആണ് ട്ടോ. ഇതെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 159 rupees per മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ലിനൻ കോട്ടണിൽ തന്നെ പേസ്റ്റൽ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റിൽ വന്നിരുന്നത്. അപ്പോൾ അതിന്റെ തന്നെ ആ സെയിം ഫാബ്രിക് തന്നെയാണ്. അതുപോലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്, ചേഞ്ച് വന്നിരിക്കുന്നത്. പ്രിന്റ് വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റിലാണ്. നമുക്കത് കണ്ടു നോക്കാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യാം. അതിനുശേഷം മാത്രം ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ പർച്ചേസ് ചെയ്യുക. കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ. പ്രൈസ് വന്നിരിക്കുന്നത് 159 rupees per മീറ്ററിലാണ്. ഈ അജ്രക് പ്രിന്റ് എന്ന് പറയുമ്പോൾ തന്നെ അജ്രക് പ്രിന്റ് പലതരത്തിലുള്ള ഫാബ്രിക്കിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട്. കോട്ടണിൽ തന്നെ അജ്രക് പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 60s by 60s ആയിട്ടുള്ള കോട്ടണിൽ കൊണ്ടുവന്നിട്ടുണ്ട്, 40s by 40s കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പ്യുവർ അജ്രക്, കച്ചിൽ നിന്നുള്ള പ്യുവർ അജ്രക് കോട്ടണും കൊണ്ടുവന്നിരുന്നു. അതെല്ലാം തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. റീസ്റ്റോക്ക് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അജ്രക് പ്രിന്റ് ആണ്. ഈ ഫാബ്രിക് വന്നിരിക്കുന്നത് നമുക്കൊരു ലൈനിങ് വെച്ച് ചെയ്യാവുന്ന പോലെ തന്നെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. പ്യുവർ ലിനൻ അല്ല, ലിനൻ കോട്ടൺ ആണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പീക്കോ ഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡിലാണ്. ഇതിനകത്ത് തന്നെ അജ്രക് പ്രിന്റ് ആണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ പോകുന്നത്. സോറി, ഞാനൊരു കാര്യം പറഞ്ഞത് തെറ്റിപ്പോയി. ഇത് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ആ ഒരു സോഫ്റ്റ് കളേഴ്സിൽ വന്നിരുന്നില്ലേ, പേസ്റ്റൽ ഷെയ്ഡ്സിൽ, ആ ഒരു ഫാബ്രിക് അല്ല. ഇത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ലിനൻ കോട്ടൺ ആണ്. അപ്പം നമുക്കിത് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്കിനി നെക്സ്റ്റ് വൺ കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും അജ്രക്കിൽ തന്നെയാണ്. അതിൻ്റെ പ്രിന്റിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. മെറൂണിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. മെറൂണിഷ് ആയിട്ടുള്ള കളറിൽ അജ്രക് പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നത് വെച്ച് കാണിച്ചു തരാം. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം കേട്ടോ, വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. 159 rupees, 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നതും ലിനൻ കോട്ടൺ തന്നെയാണ്. 159 ആണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഫാബ്രിക്കിന് ലൈനിങ്ങിന്റെ ആവശ്യം ഉണ്ടാകും. കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യം ഉണ്ടാകും. 159 rupees തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം, അതല്ലെങ്കിൽ ഡാർക്ക് നേവി ബ്ലൂ എന്ന് പറയാം. അതിനകത്തൊരു വൈറ്റ് കളറിലുള്ള ജിയോമെട്രിക് പാറ്റേണിലുള്ള പ്രിന്റ്സ് ആണ് പോയിട്ടുള്ളത്. 159 rupees per മീറ്ററിലാണ് ഇത് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യൂസ് പിക്ചർ ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും അജ്രക് പ്രിന്റിൽ തന്നെയാണ്. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രിക്ക് റെഡ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു ലൈറ്റ് മെറൂണിഷ് എന്ന് പറയാം. ആ ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ എന്താ പറയുന്നത് ഡിസൈൻസ് പോകുന്നത്. ഇതും ട്രാൻസ്പെറൻ്റ് അല്ല, ആദ്യം കണ്ടതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ് നമുക്ക് ചെയ്യാം. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വിത്ത് ലൈനിങ്ങിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലൈനിങ് ഇട്ടാൽ മതി. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് അജ്രക് പാറ്റേണിൽ തന്നെയുള്ള പ്രിന്റ് ആണ്. ഒരു കോഫി ബ്രൗൺ കളറിനകത്ത് ബ്രൗൺ കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 159 rupees per മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് നല്ല ഡാർക്ക് പീച്ച്, അല്ലെങ്കിൽ ഒരു ചില്ലി റെഡ് എന്നൊക്കെ പറയാം അല്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനും നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം ഉണ്ടാകും. അങ്ങനെ രണ്ട് ഫാബ്രിക്കിലാണ് ഇന്ന് നമ്മൾ കണ്ടത് വന്നിരുന്നത്. ഒന്ന് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്യാം, ഒന്ന് വിത്ത് ലൈനിങ്ങിലും ചെയ്യാം. ഇതും ഒരു പേസ്ലി പ്രിന്റിലാണ്. നല്ല ഭംഗിയുള്ള കളറും അതുപോലെ തന്നെ അതിനകത്ത് സെൽഫ് ആയിട്ടുള്ളൊരു പ്രിന്റുമാണ്. ആ പ്രിന്റ് നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്കത് വിസിബിൾ ആവുകയുള്ളൂ. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 159. നമ്മളിന്ന് കണ്ടതെല്ലാം ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്.
എല്ലാം തന്നെ ഒരു അജ്രക് പാറ്റേണിലാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിരുന്നത്. പ്രിന്റ് എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. കുറച്ചെണ്ണമൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം, കുറച്ചെണ്ണം വിത്ത് ലൈനിങ്ങിൽ ചെയ്യണേ. അപ്പോൾ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് വിത്ത് ലൈനിങ്ങിൽ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നിങ്ങൾക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രൈസ് വന്നിരിക്കുന്നത് 159 rupees പെർ മീറ്ററിലാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നമുക്ക് സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയോ അതല്ലെങ്കിൽ ഡ്രസ് മോഡലിലുള്ള കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും
കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.